അതെ, യോഹന്നാന് പിതാവായ ദൈവം അടയാളസഹിതം പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്തതാണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും വരാനിരിക്കുന്നവൻ ഇവൻ തന്നെയാണെന്നും ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ യേശുവാണെന്നും. ഇതെല്ലാം യോഹന്നാന് പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെട്ട നിത്യസത്യങ്ങളാണ്. ഈ നിത്യസത്യത്തിൻ്റെ ഉൾവെട്ടത്തിൽ നിന്നാണ് സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചതും യേശു രക്ഷകനാണെന്ന് ലോകത്തിന് അസന്നിഗ്ധമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തതും. എന്നാൽ പിന്നീട് സ്നാപകന്റെയും യേശുവിൻ്റെയും പ്രസംഗങ്ങളെ പരിശോധിച്ചാൽ രണ്ടുപേരും പ്രസംഗിച്ചത് വ്യത്യസ്ത ശൈലികളിലായിരുന്നു. സ്നാപകൻ ഭീഷണിയുടെയും ഈശോ സ്നേഹത്തിൻ്റെയും. സ്നാപകൻ ഉദ്ഘോഷിച്ചത് പാപികളെ ദാക്ഷിണ്യമില്ലാതെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ദൈവത്തെക്കുറിച്ചായിരുന്നു. അവൻ പറഞ്ഞു, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു. അവൻ നല്ല ഫലം കായ്ക്കാത്തതെല്ലാം വെട്ടി തീയിലെറിയും. അവൻ കതിര് മെതിച്ച് വീശുമുറം കൊണ്ട് വേർതിരിച്ച് മണി ശേഖരിച്ച് പതിരി ചുട്ടരിക്കും. അണലി സന്തതികളെ. അവൻ്റെ അഭിസംബോധന അങ്ങനെയായിരുന്നു. ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? ആകെപ്പാടെ ഒരു ഭീഷണിയുടെ അന്തരീക്ഷം, ഒരു ദാക്ഷിണ്യമില്ലായ്മയുടെ സ്വരം യോഹന്നാന്റെ വാക്കുകളിൽ. എന്നാൽ യേശു പ്രസംഗിച്ച ദൈവം യോഹന്നാൻ വരച്ചു കാട്ടിയതിൽ നിന്നും വിഭിന്നനായിരുന്നു, തികച്ചും വ്യത്യസ്തനായിരുന്നു. ഈശോ ശാന്തനായി പറഞ്ഞു, ദൈവം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവാണ്. അവൻ സ്നേഹനിധിയും ക്ഷമാശീലനും കരുണാസമ്പന്നനുമാണ്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. കണ്ടുകിട്ടിയ 99 വിട്ട് കാണാതെ പോകുന്നതിനാണ് പിതാവ് പ്രാധാന്യം നൽകുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ നിത്യമായി ഉപേക്ഷിക്കാനല്ല, കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. മുറിവേറ്റതിന് വെച്ചുകെട്ടി തോളിലേറ്റി സത്രത്തിലെത്തിക്കുന്ന ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന, കുഷ്ഠരോഗിയെ തൊട്ടു സുഖപ്പെടുത്തുന്ന കാരുണ്യവാനായ സ്വർഗീയ പിതാവിനെക്കുറിച്ച്. മാനുഷികമായിട്ടാണെങ്കിൽ പോലും താൻ വിളിച്ചു പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തനാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാവുന്ന യേശുവിൻ്റെ പ്രവർത്തന ശൈലിയും പ്രസംഗ ശൈലിയും കേട്ട് യോഹന്നാൻ ഒരു സംശയം. ലൂക്ക 7:19, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ പ്രതീക്ഷിക്കണമോ? ഇത് കർത്താവിനോട് ചോദിക്കാൻ യോഹന്നാൻ 2 പേരെ പറഞ്ഞയച്ചു. ഓ ദൈവമേ, ഇതൊരു വലിയ ദുരന്തമാണ്, സംശയത്തിൻ്റെ ദുരവസ്ഥയാണ്. ഈ സംശയത്തിൻ്റെ അപകടത്തിൽ നമ്മളും പെടാറുണ്ട്. എന്നാൽ യോഹന്നാന്റെ ദൂതന്മാർക്ക് യേശു നൽകിയ മറുപടിയിൽ ലോകത്തിൻ്റെ സംശയത്തിനുള്ള മറുപടിയുണ്ട്. ലൂക്ക 7:22, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമാക്കപ്പെടുന്നു, മരിച്ചവർ ഉയിർപ്പിക്കപ്പെടുന്നു. ഇനിയുള്ള തിരുവചനം ഏറെ ശ്രദ്ധിക്കണം. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ദൈവത്തിൽ, ദൈവ സ്വഭാവമായ കാരുണ്യത്തിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാനാണെന്ന്. ഈ നിത്യസത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ധൂർത്തപുത്രന് തിരിച്ചു വരാനായത്, ചുങ്കക്കാർക്കും പാപികൾക്കും അവനോടൊത്ത് വിരുന്നുണ്ണാനായത്, പാപിനിക്ക് പരിസയന്റെ വീട്ടിൽ സധൈര്യം കടന്നു ചെന്ന് കണ്ണുനീര് കൊണ്ട് കാല് കഴുകാനായത്. ജീവിതത്തിന്റെ ദുരിതാനുഭവങ്ങളിൽ ദൈവകാരുണ്യത്തെ സംശയിക്കാൻ പിശാച് പ്രേരിപ്പിക്കും. താൻ ആർക്ക് വഴിയൊരുക്കിയോ ആ യേശു താൻ ബന്ധനസ്ഥനാണെന്ന് കേട്ടപ്പോൾ തന്നെ അവഗണിച്ച് പിൻവാങ്ങുക കൂടി ചെയ്തപ്പോൾ ആ സംശയത്തിന് ആക്കം വർദ്ധിച്ചെന്ന് മാത്രം. മിക്ക 7:18, പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കാരുണ്യത്തിൻ്റെ ദൈവമാണ്. പുറപ്പാട് 34:7, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും പാപങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഈ തിരുവചനത്തിലൂടെ ദൈവം വീണ്ടും നമ്മളോട് സംസാരിക്കുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ലൂക്ക 7:23. സങ്കീർത്തകൻ പറയുന്നു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ആകാശത്തോളം ഉയരുന്ന കാരുണ്യം അവിടുന്ന് തൻ്റെ മക്കളോട് പ്രദർശിപ്പിക്കുന്നു. സങ്കീർത്തനം 103:11. സംശയിക്കരുത്, തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. തൻ്റെ സ്നേഹം കാരുണ്യമാക്കി, ദിവ്യകാരുണ്യമാക്കി തൻ്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങളിലേക്ക് ചൊരിയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്ക് എന്നേക്കും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.